Hi students, നമ്മൾ ഇന്ന് കവറപ്പ് ചെയ്യുന്നത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന യൂണിറ്റാണ് നമ്മൾ ഇന്ന് കവറപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് നോക്കാം. ഇത് മെയിനായിട്ടും നമ്മൾ സർവീസ് ഇൻഡസ്ട്രീസിലാണ് ഈ കോസ്റ്റിംഗ് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് കൂടുതലും സർവീസ് ഓറിയൻറ്റഡ് ആയ ഇൻഡസ്ട്രീസ് ലൈക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സിനിമ ഹൗസസ്, അതുപോലെ ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് കമ്പനീസ്, വാട്ടർ സപ്ലൈ കമ്പനീസ്, ഇവിടെയൊക്കെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ നടക്കുന്നിടത്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയും ഓർക്കുക, സർവീസ് കോസ്റ്റിംഗ് ആണ് ഏതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. സർവീസ് ഇൻഡസ്ട്രിയിലെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. It is also known as service costing. Operating costing is concerned with ascertaining cost of providing services. It should be used like transport corporations, water supply companies, electricity generating companies, hospital, hotels, education institution, cinema houses, etc. ഇതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. നമുക്കത് കഴിഞ്ഞ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിത് പറഞ്ഞായിരുന്നു, സർവീസ് ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവും പറയുന്നത്. യൂസ്ഫുൾ ഫോർ അസർട്ടൈനിങ് അക്യുറേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്. അതിൻ്റെ കോസ്റ്റ് അപ്പോഷ്മെൻറ്റ് ചെയ്ത് വേറുള്ള ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സർവീസ് ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഫിക്സേഷൻ. ഈ കോസ്റ്റ് ഇൻഫർമേഷൻ കൊണ്ട് അവരുടെ സർവീസസിൻ്റെ അവർ കൊടുക്കുന്ന എന്ത് സർവീസാണോ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് കൺട്രോളിംഗ് കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് അപ്പോഷ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ വേസ്റ്റേജ് ഉണ്ടാവുന്നില്ല. വേസ്റ്റേജിനെ എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് മെഷേഴ്സ് എഫിഷ്യൻസി ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വേസ്റ്റേജ് കുറയുന്നു, ലോസ് കുറയുന്നു. അതുകൊണ്ട് നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിപ്പം കോസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കി. അടുത്ത് നോക്കേണ്ടത് കോസ്റ്റ് യൂണിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിലെ ഓരോ കോസ്റ്റ് യൂണിറ്റും ഇത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ ഹോട്ടൽസ് ഉണ്ട്, സിനിമ തിയേറ്റർ, അങ്ങനെയുണ്ട്. അപ്പം ഇവരുടെ കോസ്റ്റ് യൂണിറ്റ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുമെന്ന് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അണ്ടർടേക്കിംഗ് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ നമ്മുടെ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പാസഞ്ചർ കിലോമീറ്റർ ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ, അങ്ങനെയാണ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടൺ കിലോമീറ്റർ ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെർ ടൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ഹോട്ടൽ ലോഡ്ജിങ് ആണ്. അതിനകത്ത് നമ്മൾ നോക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ ഡേ, ഗസ്റ്റ് പെർ ഡേ. ഒരു ഗസ്റ്റ് വരുന്നതിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ പെർ ഗസ്റ്റ് ആയിരിക്കും ഇതിനെ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നത്. അടുത്തത് ഹോട്ടൽ ക്യാൻറ്റീൻ ആണെങ്കിൽ പെർ മീൽ, പെർ കപ്പ് ഓഫ് ടീ, എക്സെട്ര. സിംപ്ലിഫൈ ചെയ്താൽ പെർ ഐറ്റം, ഓരോ ഐറ്റത്തിനനുസരിച്ചായിരിക്കും ഇതിനെ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് മാറ്റുന്നത്. അടുത്തത് ഹോസ്പിറ്റലാണ്. പേഷ്യൻ്റ് ഡേ, ഒരു പേഷ്യൻറ്റിനെയാണ് അവിടെ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്താൽ പെർ പേഷ്യൻറ്റ്. സിനിമ തിയേറ്റർ ആണെങ്കിൽ പെർ മാൻ ഷോ അല്ലെങ്കിൽ പെർ മാൻ, ഒരാളെ ആയിരിക്കും അവിടുത്തെ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ആണെങ്കിൽ കിലോ വാട്ട് പെർ അവർ അല്ലെങ്കിൽ പെർ അവർ. ഈ ബേസിസിലായിരിക്കും നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് സർവീസ് ഇൻഡസ്ട്രി ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അതിലെ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങും ഒരു സർവീസ് കോസ്റ്റിംഗ് ആണ്. അതിനകത്ത് നമ്മൾ നോക്കുന്നത് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിൽ ഉണ്ടാവുന്ന കോസ്റ്റിംഗ് ആണ് ഇതിൽ നോക്കുന്നത്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ബൈ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ഫോർ ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. Okay, transport industries include road, railway, water and air transport. ഇതൊക്കെയാണ് ഈ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് ആകുമ്പോൾ നമുക്ക് അവിടെ പാസഞ്ചർ ട്രാൻസ്പോർട്ടും ഉണ്ടാവാം, അതുപോലെ ഗുഡ് ട്രാൻസ്പോർട്ടും ഉണ്ടാവാം. അത് ക്യാരി ചെയ്യുന്നത് ബസ്സിലാവാം, ട്രക്സിലാവാം, എങ്ങനെ വേണമല്ലോ. അപ്പം രണ്ട് കേസ് ഇവിടെ വരുന്നു. പാസഞ്ചർ ട്രാൻസ്പോർട്ടും ഉണ്ടാവും, അതുപോലെ ഗുഡ് ട്രാൻസ്പോർട്ടും ഈ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ ഉണ്ടാവാറുണ്ട്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് എ വെഹിക്കിൾ. ഒരു വെഹിക്കിൾ റൺ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന കോസ്റ്റ്, അത് ഓപ്പറേറ്റ് ചെയ്യാനുണ്ടാവുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. എത്ര ഡീസലായി, എത്ര പെട്രോളായി, അതിൻ്റെ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് എത്ര, സ്റ്റാൻഡിങ് ചാർജസ് എത്ര, ഇതൊക്കെ അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഡിറ്റർമൈനിങ് ദ ഫെയർ ഫോർ ക്യാരിങ് പാസഞ്ചർ ഓർ ഗുഡ്സ് ഫോർ എ സർട്ടൈൻ ഡിസ്റ്റൻസ്. ഒരു ഡിസ്റ്റൻസ് വരെ അവരെ കൊണ്ടുപോകുന്നതിനുണ്ടാവുന്ന ഫെയർ എത്ര, അത് കൂട്ടണോ കുറയ്ക്കണോ, ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ഡേറ്റ ഫോർ പ്രിപ്പയറിംഗ് കൊട്ടേഷൻ ഓൺ കസ്റ്റമർ എൻക്വയറി. കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറിക്ക് അനുസരിച്ച് അവർക്ക് കൊട്ടേഷൻസ് കൊടുക്കാനായിട്ട് എത്ര എമൗണ്ടിന് ഇത്രയും ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും നമുക്ക് അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. Provide information for managerial decision like comparative cost benefit of different models. ഓരോ മോഡൽസിൻ്റെയും കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്ത് ഇതിൽ ഏറ്റവും എഫക്റ്റീവായ മോഡൽ ഏതാണെന്ന് അസർട്ടൈൻ ചെയ്ത് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. കൺട്രോൾ ഓവർ മെയിൻ്റനൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷണൽ എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റിംഗ് പ്രൊസീജിയറാണ്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്താ നമ്മൾ നോക്കി, ഒബ്ജക്റ്റീവ് നോക്കി അല്ലേ. അപ്പം ഓരോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അവർക്കുണ്ടാവുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യാനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിലെ കോസ്റ്റിംഗ് പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ പറഞ്ഞു ഇതിലെ കോസ്റ്റ് നമ്മൾ ഏതൊക്കെയെന്നുള്ളത് സബ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു, എന്നിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള കോസ്റ്റ് ഉണ്ടാവുന്നുണ്ടോ അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഉണ്ടാവുന്നത് ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ റോഡ് ടാക്സ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് നടക്കുന്ന കോസ്റ്റ്, ഇതെല്ലാം ഫിക്സഡ് ആയിരിക്കും. എല്ലാം നമുക്ക് ഇപ്പോൾ റോഡ് ടാക്സ് ആണെങ്കിലും ഒരു കൃത്യ എമൗണ്ട് ആയിരിക്കും നമ്മൾ എല്ലാ മാസവും അടയ്ക്കുക. അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസിനെയാണ് നമ്മൾ ഫിക്സഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അതെല്ലാം നമ്മൾ ഒരു ഹെഡിൻ്റെ അണ്ടറിലാണ് കാണിക്കുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്നത് നോക്കാം. ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ചാർജ് ഓർ സെമി വേരിയബിൾ എക്സ്പെൻസസ്. ഇത് സെമി വേരിയബിൾ ആണെന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല, ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കൊരു മെയിൻ്റനൻസ് കോസ്റ്റ്, ഇപ്പോൾ വണ്ടിയുടെ ഇപ്പോൾ പെയിൻറ്റിങ് നടത്തണം, അപ്പം ഈ വർഷത്തെ ആയിരിക്കില്ല അടുത്ത വർഷം, അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ടയറിൻ്റെ ട്യൂബിൻ്റെ വില എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇട്ടാൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് വാല്യൂവിൽ വേരി ചെയ്തുകൊണ്ട്, അപ്പം അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെൻസസ് ആണ് നമ്മൾ സെമി വേരിയബിൾ എക്സ്പെൻസ് അല്ലെ മെയിൻ്റനൻസ് ചാർജിൻ്റെ അണ്ടറിൽ ഇടുന്നത്. അടുത്തത് ഓപ്പറേറ്റിംഗ് ചാർജ്. ആ വെഹിക്കിള് റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റുകളാണ് ഓപ്പറേറ്റിംഗ് ചാർജ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എൻജിൻ ഓയിൽ മാറണം, അതിന് ഫ്യൂവല് നമ്മൾ കൊടുക്കണം, അതുപോലെ തന്നെ സാലറി, വേജസ്, അവരുടെ ഡ്രൈവേഴ്സിൻ്റെ സാലറി, വേജസ്, ഡിപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് ചാർജ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പെൻസുകളാണ് നമ്മൾ റണ്ണിങ് അല്ലെ ഓപ്പറേറ്റിംഗ് ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എക്സ്പെൻസുകളെ നമ്മൾ ഓപ്പറേറ്റിംഗ് ചാർജിൻ്റെ അണ്ടറിലാണ് ഇടുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ആദ്യം ഫിക്സഡ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ കോസ്റ്റിന് വേറെ ഒരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല. രണ്ടാമത്തെ സെമി വേരിയബിൾ ആണ്, വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, നമ്മുടെ സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസസിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ചാർജ് എന്ന് വെച്ചാൽ ആ വണ്ടി ഡെയിലി ഓടുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് ആണ് അതിനടിയിൽ വരുന്നത്. രണ്ടാമത്തെ കോസ്റ്റിംഗ് പ്രൊസീജിയർ ആണ് കളക്ഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ കളക്ട് ചെയ്യുന്നു. എങ്ങനെ? 3 രജിസ്റ്റർ വഴി കീപ്പ് ചെയ്താണ്. വെഹിക്കിൾ രജിസ്റ്റർ ആണ് ഫസ്റ്റ്. ഇതിൽ കൊടുക്കുന്നത് വണ്ടി എവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, വണ്ടി നമ്പർ, അതുപോലെ ഏത് വണ്ടിയുടെ പേര്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും വെഹിക്കിൾ രജിസ്റ്ററിൽ കീപ്പ് ചെയ്യുന്നത്. വർക്ക്ഷോപ്പ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും മെയിൻ്റനൻസ് നടത്തുന്നുണ്ട്, പെയിൻറ്റിങ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ അതിൻ്റെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് വർക്ക്ഷോപ്പ് രജിസ്റ്റർ. ഡെയിലി ലോഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വണ്ടി എത്ര ഓടി, എത്ര കിലോമീറ്റർ പോയി, എത്ര പാസഞ്ചേഴ്സിനെ അതിനകത്ത് ക്യാരി ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡെയിലി ലോഗ് ഷീറ്റിനകത്ത് കാണിക്കുന്നത്. അതുപോലെ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റിംഗ് പ്രൊസീജിയർ ഇൻ ട്രാൻസ്പോർട്ട്. കോസ്റ്റിനുണ്ടാകുന്ന കോസ്റ്റിംഗ് പ്രൊസീജിയറിൽ കോസ്റ്റ് യൂണിറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പാസഞ്ചർ കിലോമീറ്ററും റണ്ണിങ് കിലോമീറ്ററുമാണ്. അത് നമുക്ക് ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് ഇക്വേഷൻ ആഡ് ചെയ്യാം. അത് ആ ടൈമിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
നമുക്ക് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് ഒരു കോസ്റ്റ് ഷീറ്റ് അല്ലെ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അതിനൊരു ഫോർമാറ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ കോസ്റ്റ് ഷീറ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിക്സഡ് ഓർ സ്റ്റാൻഡിംഗ് ചാർജസ്, മെയിൻ്റനൻസ് ഓർ സെമി വേരിയബിൾ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് ആൻഡ് വേരിയബിൾ ഓർ റണ്ണിംഗ് കോസ്റ്റ്. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ്. ഈ 3 ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ നമ്മുടെ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നോക്കിയേ, ഫസ്റ്റ് വൺ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. റോഡ് ടാക്സ് അത് ഫിക്സഡ് ആയിരിക്കും. ഇൻഷുറൻസ് എല്ലാ മന്തും ഇൻഷുറൻസ് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാലറി, വേജസ്, ഓപ്പറേറ്റേഴ്സ് സാലറി, വേജ് ഇതൊക്കെ ഫിക്സഡ് ആയിരിക്കും. ഓപ്പറേറ്റേഴ്സിൻ്റെ കേട്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്നവരുടെ സാലറീസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഗ്യാരേജ് റെൻറ്റ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ഇതൊക്കെയാണ് കോമൺലി വരുന്ന സ്റ്റാൻഡിംഗ് ചാർജസ് ഫിക്സഡ് ആയിട്ടുള്ള. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇതിൽ പലതായിരിക്കും കാണുന്നത്. ഇത് കോമൺ ആയിട്ട് വരും. ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ആ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുക. ഏതിന് അണ്ടറിൽ വരും, ഇത് ഫിക്സഡ് ആണോ, ഇത് സെമി വേരിയബിൾ ആണോ എന്ന് അനലൈസ് ചെയ്യുക. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ഈ എമൗണ്ട് തന്നെയായിരിക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ സാലറി ഫിക്സഡ് ആയിരിക്കും, മാറുന്നില്ല. ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് അത് ഫിക്സഡ് ആയിരിക്കും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഗ്യാരേജിൻ്റെ റെൻറ്റ് ഫിക്സഡ് ആയിരിക്കും. റോഡ് ടാക്സ് ഫിക്സഡ് ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ സ്റ്റാൻഡിംഗ് ചാർജിൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്തത് നോക്കാം, മെയിൻ്റനൻസ് ഓർ സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റിൽ വരുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ടയർ ആൻഡ് ട്യൂബ്, ടയറിൻ്റെ ട്യൂബിൻ്റെ വാല്യൂ വേരി ചെയ്യാം. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, വണ്ടിക്ക് റിപ്പയേഴ്സും മെയിൻ്റനൻസും വന്നാൽ നമുക്ക് ഒരു തവണ വരുന്ന വാല്യൂ അല്ല അടുത്ത തവണ വരുന്നത്. പെയിൻറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെമി വേരിയബിൾ അല്ലെ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതൊക്കെ വരുന്ന ഐറ്റംസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പം നിങ്ങളത് അസർട്ടൈൻ ചെയ്യുക. അടുത്തത് ഓപ്പറേറ്റിംഗ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ റണ്ണിങ് കോസ്റ്റ്, വണ്ടി റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഫ്യൂവല് അല്ലെ പെട്രോള്, ഡിപ്രീസിയേഷൻ, എൻജിൻ ഓയിൽ, ലൂബ്രിക്കൻ്റ് ഓയിൽ, ഓപ്പറേറ്റർ സാലറി, വേജസ് വേരി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡ്രൈവറെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവറിന് പെർ ഡേ സാലറിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഡ്രൈവറിനെ കുറച്ച് ഇപ്പോൾ അയാൾക്കെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കണം എന്നില്ല അല്ലേ. ഒരു ഫിക്സഡ് സാലറി അല്ലേ, വേരി ചെയ്തുകൊണ്ടിരിക്കും. ആഴ്ചയെ കൊടുക്കാം അല്ലെ ഡെയിലി കൊടുക്കാം, അങ്ങനെ ഒരു മന്ത്ലി ഫിക്സഡ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സാലറീസ് ആണ് നമ്മളിവിടെ വേരിയബിൾ ആണെങ്കിൽ അത് റണ്ണിങ്ങിൽ കാണിക്കുന്നു. അത് നമുക്കുണ്ടാവുന്ന എക്സ്പെൻസസ്, നമുക്ക് വണ്ടി റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പെൻസ് എല്ലാം നമ്മൾ റണ്ണിങ് കോസ്റ്റിൽ കാണിക്കുന്നു. ഈ മൂന്ന് കോസ്റ്റിനെ സബ് ഡിവൈഡ് ചെയ്താണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ പ്രിപ്പയർ ചെയ്യുന്നത്.